കണ്ണൂർ ഷറഫ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ സ്വദേശിയായ ജയകുമാർ ഷീജ ദമ്പതികളുടെ സീമന്തപുത്രനായ അമൽ കൃഷ്ണയും പ്രിയ കൗറും തമ്മിലുള്ള വിവാഹ സൽക്കാരത്തിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് കണ്ണൂരിലെ പ്രശസ്തമായ വാസവ കല്യാണ മണ്ഡപം. ഇത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൻ്റെ തീരത്താണ്. ഈ കടൽ തന്നെയാണ് ഈ കല്യാണ മണ്ഡപത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ വാസവ കല്യാണ മണ്ഡപത്തിൻ്റെ പ്രത്യേകത. 1000 മുതൽ 3000 പേരെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഈ കല്യാണ മണ്ഡപം മറ്റ് കല്യാണ മണ്ഡപത്തെ ആശ്രയിച്ച് വലിയ ചാർജൊന്നും ഈടാക്കുന്നില്ല എന്നതുകൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. DJ പാർട്ടി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. വരാം. ഇതാണ് ജയകുമാർ ഷീജ. ഇവരുടെ പുത്രനാണ് ഈ കാണുന്ന കല്യാണച്ചക്കൻ. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പ്രിയ കൗർ എന്ന ഒരു ജർമ്മൻ പെൺകുട്ടിയെയാണ്. ഇവർ IT മേഖലയിൽ ഒന്നിച്ചു വർക്ക് ചെയ്യുന്നു. ആ ഒരു പരിചയം വിവാഹത്തിലേക്ക് അവരുടെ ബന്ധം വളർന്നു. ഇതാണ് പ്രിയ കൗർ. അച്ഛൻ പഞ്ചാബിയാണ്. ഈ കാണുന്നതാണ് അച്ഛൻ. Yes, sir. Your name, please. My name is Godfrey. You are singer. Yes, I Yes. am. A little bit. We will watch today. Yeah, your performance we will watch. Oh, okay. Okay, we will give chance for you. All right. Okay. That's Okay. lovely. Thank you. 3 ദേശത്തെ ഒന്നിപ്പിക്കുന്നു എന്നതുള്ളതാണ് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തുള്ള കേരളവും അങ്ങേയറ്റത്തുള്ള പഞ്ചാബും പിന്നെ ജർമ്മനിയും. കുട്ടിയുടെ അച്ഛൻ പഞ്ചാബിയാണ്. അദ്ദേഹം 32 വർഷത്തിന് മുമ്പ് ജർമ്മനിയിൽ സ്ഥിരതാമസക്കാരനാണ്. അവിടെ റെൻ്റെക്കാറിൻ്റെ ബിസിനസ് ചെയ്യുന്നു. കുട്ടിയുടെ അമ്മ ജർമ്മൻകാരിയാണ്. ഇത് കുട്ടിയുടെ ബ്രദറാണ്. പേര് മുകേഷ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ അങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് നമ്മുടെ റിസപ്ഷൻ്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ പരിപാടിയുടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം കൃത്യം 6 മണി. 6 മണിക്ക് ശേഷമാണ് ഇവിടെയുള്ള ഫംഗ്ഷൻ. മനോഹരമായ സെറ്റാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയ ചായക്കട, തട്ടുകട ഒക്കെ അതിൻ്റെ ഒരു ആംബിയൻസിനെ കൂടുതൽ മനോഹാരിത കൂട്ടുന്നു. ഭക്ഷണവും അടിപൊളിയാണ്. തിരുവനന്തപുരം ബേസായിട്ടുള്ള ഒരു കാറ്ററിംഗ് ഗ്രൂപ്പാണ് ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. വെജിറ്റേറിയനും നോണും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ വ്യത്യസ്തത ഈ കടൽ തീരം തന്നെയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു കല്യാണ റിസപ്ഷൻ ഭാവിയിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതിൻ്റെ താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ നിന്നും ലഭിക്കും. ഇത്തരം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കണ്ണൂർ ജില്ലയിൽ വളരെ അപൂർവമാണ് എന്ന് തന്നെ പറയാം.
മലയാളത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് കൂടുതൽ ധന്യമായി. അദ്ദേഹത്തെപ്പോലെ സമൂഹത്തിലെ പല പ്രമുഖരും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ ഫംഗ്ഷനിൽ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് ഗ്രൂപ്പാണ്. വെജിറ്റേറിയനും നോണുമായി നല്ല സ്വാദിഷ്ടമായ ആഹാരമാണ് അവർ സെർവ് ചെയ്തത്. നല്ലൊരു സർവീസായിരുന്നു അവരുടേത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന കല്യാണാഘോഷങ്ങൾ അങ്ങനെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറായ കണ്ണൂർക്കാരൻ ജർമ്മൻകാരിയുടെ കൈപിടിച്ച് വിമാനത്തിൽ ജർമ്മനിയിലേക്ക് പറന്നു. കണ്ണൂർ ഷറഫ് എന്നെ യൂട്യൂബിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വ്യത്യസ്തമായൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.